സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരം എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു സമ്പത്താണ്, നമുക്ക് വലിയൊരു സമ്പത്താണത്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതുപോലെ ഫലറകഅതാനി മിനസ്സലാത്തി ബിലൈലത്തിൻ കൻസും ബിദാരിൽ ഖുൽദി അദ്വമ അംബലാ. രാത്രിയിലെ 2 റക്അത്ത് നിസ്കാരം അത് പാരത്രിക ലോകത്തേക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന നിധിയാണ്. നഷ്ടപ്പെടാത്ത രീതിയിൽ നിനക്ക് സൂക്ഷിക്കാൻ പറ്റും ആ നിധി. ഫസ്തക്സിറന്ന മിനൽ കുനൂസി ലിഫാഖത്തിൻ തഅതി അലൈക വലാ നസീബ വലാ. കുടുംബക്കാര് സഹായത്തിനെത്താത്ത, കൂട്ടുകാരും സഹായത്തിന് വരാത്ത പരലോകത്ത് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് കർമ്മങ്ങളിലേക്കാണ്. അതുകൊണ്ടാണ് പരലോകത്തിന് യൗമുൽ ഫാഖ എന്നൊരു പേരുണ്ട്. ദാരിദ്ര്യത്തിന്റെ ദിവസം യൗമുൽ ഫാഖ, ആവശ്യങ്ങൾ പലരും അധികരിക്കുന്ന ദിവസം എന്നൊരു പേരുണ്ട്. അന്നത്തെ ദിവസം നിനക്ക് എണ്ണി നിന്റെ നിധിശേഖരങ്ങൾ മുന്നിലേക്ക് വെക്കാം. നിന്റെ കിതാബ് തുറക്കുമ്പോ നിനക്ക് ധാരാളം നിധികൾ അതിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു നിധിയാണ് ഈ നിസ്കാരം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പാരത്രിക ലോകത്ത് വലിയ ഒരു സ്ഥാനം അല്ലാഹു നൽകുന്നുണ്ട്, മഖാമും മഹ്മൂദ്. ഒരൊറ്റ നബിക്കും ആ സ്ഥാനം അല്ലാഹു കൊടുത്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമാണ് അല്ലാഹു ആ സ്ഥാനം നൽകുന്നത്. ഒരു രാജാവിനും അത് കിട്ടൂല, വേറൊരു നേതാവിനും അത് കിട്ടൂല, വേറൊരു നബിക്കും ഒരു മലക്കിനും ഒരു വലിയനും അത് നൽകപ്പെടൂല. ആ ഉന്നതമായ സ്ഥാനം നൽകുന്നതിന്റെ ഭാഗമായി റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, നബിയേ വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക അസാ അൻ യബ്അസക റബ്ബുക മഖാമം മഹ്മൂദാ. രാത്രി എഴുന്നേറ്റുകൊണ്ട് തങ്ങൾ നിസ്കരിക്കണം, ഉറക്കൊഴിച്ചുകൊണ്ട് തങ്ങൾ നിസ്കരിക്കണം. നാഫിലതൻ ലക, തങ്ങൾക്കൊരു അധികം ഫർളായിട്ട്. നമുക്ക് 5 നിസ്കാരമേ ഫർളുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഒന്നുകൂടി ഫർളുണ്ട്, അതാണ് സ്വലാത്തു തഹജ്ജുദ്. ഏറെയുള്ളൊരു ഫർളാണ് തങ്ങൾക്കത്. തങ്ങൾക്കൊരു കൂടുതലായ ഫർളായ നിലക്ക് രാത്രി എഴുന്നേറ്റ് തങ്ങൾ നിസ്കരിക്കണം. അസാ അൻ യബ്അസക റബ്ബുക മഖാമം മഹ്മൂദാ, തങ്ങളെ റബ്ബ് മഖാമും മഹ്മൂദ് എന്ന ഉന്നതമായ സ്ഥാനത്തിലേക്ക് തങ്ങളെ അല്ലാഹു അയക്കും, നിയോഗിക്കും. ആ സ്ഥാനത്ത് തങ്ങൾ കയറി നിൽക്കുമ്പോ എല്ലാ നബിമാരും അവിടുത്തെ സ്തുതിക്കും. യഹ്മദുഹു ഫീഹിൽ അവ്വലൂന വൽ ആഖിറൂൻ. മുഴുവൻ നബിമാരും മുഴുവൻ മഹാന്മാരും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിക്കുന്ന ഒരു സ്ഥാനമാണ് മഖാമുൻ മഹ്മൂദ്. ആ ഉന്നതമായ സ്ഥാനം തങ്ങൾക്ക് അല്ലാഹു തആല നൽകും. തങ്ങൾ അതിന് മുന്നോടിയായി ഈ നിസ്കാരം തങ്ങൾ നിലനിർത്തണം. ആ നിസ്കാരം നിലനിർത്തുന്നതിന് ചില കാര്യങ്ങളൊക്കെ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ പതിവാക്കേണ്ടതുണ്ട്. അതെന്താന്ന് വെച്ചാൽ, പ്രധാനമായും കിടക്കുന്ന സമയത്ത് വുളു എടുക്കുക എന്നുള്ള ഒരു ശീലം നിത്യമാക്കണം. കിടക്കാൻ വേണ്ടി സമയത്തുള്ള ഒരു വുളു, ഒരു പൂർണ്ണമായ വുളു. മഗ്രിബിന്റെ മുമ്പ് ഖിബിലാക്ക് മുന്നിട്ടുകൊണ്ട് അല്പം തസ്ബീഹുകൾ പതിവാക്കണം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന് പറയുന്ന ദിക്ർ പതിവാക്കണം. ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള കുറഞ്ഞ സമയം ഇബാദത്തിലായി ചെലവഴിക്കണം. രാത്രി ഇശാ നിസ്കാരം കഴിഞ്ഞ് എന്തെങ്കിലും പ്രത്യേക ഇബാദത്തുകൾ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് വേഗം ഉറങ്ങണം. വർത്തമാനം പറഞ്ഞിരുന്ന് നേരം കളയരുത്. വെറുതെ സൊറ പറഞ്ഞിരുന്ന് നേരം കളയാൻ പാടില്ല. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, അത് പ്രത്യേകം പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. ഈ ദിക്റും ഈ വുളൂഉം ഈ തസ്ബീഹും തഹജ്ജുദിനുള്ള സഹായമാണ്. ചില ആളുകൾ പറയും, ഉസ്താദേ എത്ര വിളിച്ചാലും എഴുന്നേൽക്കാൻ ഇങ്ങോട്ട് കഴിയാറില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ ദിക്ർ എന്നും പതിവാക്കിയാൽ മതി. സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗം അത് ഓതുമ്പോൾ മനസ്സിൽ നിയ്യത്താക്കുക, ഉണരാനുള്ള സമയം 5 മണിയാണെങ്കിൽ 5 മണി,
ഇപ്പോൾ വാങ്ക 5:30 കഴിഞ്ഞിട്ടല്ലേ. അങ്ങനെ 4:30 ആണെങ്കിൽ 4:30 ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ എന്ന് തുടങ്ങി താഴെ വരെയുള്ള ആയത്തുകൾ, ആ ആയത്തുകൾ ഓതുന്നതിൻ്റെ അടക്ക മനസ്സിൽ നിശ്ചയിക്കുക. ഉണർത്തും എന്ന് ഉറപ്പായിട്ടും ബീവി ആയിഷ റളിയല്ലാഹു അൻഹ സാക്ഷ്യപ്പെടുത്തിയ ഒരു സംഗതിയാണ്, ഹദീസിലുള്ളതാണ്. അപ്പൊ അത് നമ്മൾ ചൊല്ലി അങ്ങനെ കടന്നിട്ട് ഇത് ഓതിക്കടന്നിട്ട് നമ്മൾ എഴുന്നേറ്റ് പിന്നെയും നമ്മൾ കിടക്കുക എന്നുള്ളത് അത് നമ്മളെ പ്രശ്നമാണ്. എഴുന്നേൽപ്പിക്കും, അതിൽ യാതൊരു സന്ദേഹവുമില്ല. അപ്പൊ ആ നിസ്കാരം നിലനിർത്തുന്നതിൽ വലിയ പുരോഗതിയുണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീർഘമായി നിസ്കരിച്ച് ദീർഘമായി ദുആ ചെയ്ത് നമ്മെ പഠിപ്പിച്ച ഒരു നിസ്കാരവും ഒരു ദുആയുമാണത്. വസബ്ബിഹുഹു ലൈലൻ ത്വീല, രാത്രിയിലുള്ള നിസ്കാരത്തിന് പ്രത്യേക ആത്മാർത്ഥതയും പ്രത്യേകതയും ഉള്ളതുകൊണ്ട് അല്ലാഹു തആല പ്രത്യേകം എടുത്തു പറഞ്ഞു, അമിനൽ ലൈലി ഫസ്ജുദു ലഹു വസബ്ബിഹുഹു ലൈലൻ ത്വീല. ഇത് പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ഇങ്ങനെയൊക്കെ നിർദ്ദേശിച്ചാലും ഇന്ന ഹൗലാഇ യുഹിബ്ബൂനൽ ആജിലത വയദറൂന വറാഅഹും യൗമൻ സഖീലാ. ഇങ്ങനെ നിസ്കരിക്കണം, അള്ളാഹുവിനെ ഓർക്കണം, പടച്ച റബ്ബിനെ വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞാലും നബിയെ ഇന്ന ഹൗലാഇ, നിശ്ചയം ഇക്കൂട്ടർ, ഈ വിഭാഗം അഥവാ സത്യനിഷേധികൾ, യുഹിബ്ബൂനൽ ആജില, അവർ ഈ ദുനിയാവിനെ വല്ലാതെ